ഇന്ന് രാവിലെ എണീറ്റപ്പോഴാട്ടോ ഒരു തോന്നൽ. എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് വിട്ടു. പിന്നെ അധികം ദൂരമൊന്നുമല്ല കേട്ടോ, ഇവിടെ അടുത്താ, കുറച്ച് കയറ്റമുണ്ടെന്ന് മാത്രം. ഇനി അടുത്ത സംശയം എങ്ങോട്ടാ എന്നായിരിക്കും. അതൊക്കെ നമുക്ക് വഴിയെ അറിയാം. പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചോ, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടൊരിടമാണ്. അപ്പോൾ ഗൈസ്, എത്താറായിട്ടോ, നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾ ഈ കയറ്റം കണ്ടില്ലേ? അന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ഓട്ടമായിരുന്നു, ആരാണ് ആദ്യം മുകളിലെത്തുന്നതെന്ന്. ഒരു മത്സരം. നിങ്ങളത് കാണുന്നില്ലേ? ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള്. കാലത്തിൻ്റേതായ മാറ്റങ്ങളുണ്ടെങ്കിലും ആ ഓർമ്മകൾ ഇപ്പോഴും കൂടെയുണ്ട്. അന്ന് ഞങ്ങളെ ടീച്ചർമാരൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലെല്ലാം കൊണ്ടുവന്ന് പഠിപ്പിച്ചിരുന്നു. നല്ല പഴുത്ത ഞാവൽപ്പഴം വീഴുന്നുണ്ടോ എന്നൊരു നോക്കിയിരിപ്പുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, കൂടാതെ നല്ല രുചിയുള്ള ഞാവൽപ്പഴം. ഇവിടെ എത്തിയപ്പോഴാണ് ഓരോന്നും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലമാണ് ജീവിതത്തിലെ സുന്ദരമായ കാലമെന്ന് പറയാറുണ്ട്. അത് സത്യമാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. രസകരമായ ഒരു കൂട്ടം ഓർമ്മകൾ തരുന്ന ആ കാലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറെക്കുറെ കാര്യങ്ങൾ ഇതിൽ കാണാം. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഒരിക്കൽ കൂടി ഇവിടെ വന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇവിടെ എത്തിയപ്പോഴാണ് ഓരോന്നും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലമാണ് ജീവിതത്തിലെ സുന്ദരമായ കാലമെന്ന് പറയാറുണ്ട്. അത് സത്യമാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. രസകരമായ ഒരു കൂട്ടം ഓർമ്മകൾ തരുന്ന ആ കാലം. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെയെല്ലാം ചുറ്റി നടന്ന ശേഷം എൻ്റെ കുട്ടിക്കാലത്തു നിന്നും വീണ്ടും ഞാൻ തിരിച്ചു വന്നു. ഞാൻ അവിടുന്ന് മടങ്ങിയിട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടുതൽ ഇവരുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂള് കണ്ടു അല്ലേ? സ്കൂള് കണ്ട പിന്നെ ഇത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതും കാണുന്നത് മസ്റ്റാ. എന്നാ പോയാലോ? ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇതെന്താ, വീടല്ലേ? അതെ, ഇപ്പോൾ ഇവിടെയൊക്കെ വീടാണ്. എന്നാൽ ഇവിടെ ആദ്യം ഒരു സ്കൂളായിരുന്നു. ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ സ്കൂളിൻ്റെ പഴയ സ്ഥാനം. എന്നാലും ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്താല്ലേ ആ ഓർമ്മകൾ. ഞാൻ UP-യിലേക്കൊക്കെ ആയപ്പോൾ ഈ വഴിയിലൂടെയായിരുന്നു പോയിരുന്നത്. കണ്ടോ, ഇതാണ് കേട്ടോ, ഈ വഴിയിലൂടെ പോയ അങ്ങാടിയിലേക്ക് പോകാം. നമുക്കെന്തായാലും അങ്ങോട്ട് വഴിയെ പോകാം. എന്നാ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അതെന്താ ഇപ്പം ചോദിക്കാനെന്നാണോ? കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതിലൂടെ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ഈ പരിസരത്ത് എത്തുമ്പോൾ പറയും, ഇതാ ആ പ്രേതമുള്ള വീട്, ഈ വീട്ടിൽ പ്രേതമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. ചിലപ്പോൾ ആ വീടിൻ്റെ ഒരു പഴമ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പഠിപ്പുര കണ്ടിട്ടായിരിക്കും. പണ്ടത്തെ സിനിമയിലൊക്കെ ഒരു പ്രേത വീടിൻ്റെ ലക്ഷണം അതായിരുന്നല്ലോ. എന്താല്ലേ ഓരോരോ ചിന്തകൾ പോകുന്ന വഴി. അങ്ങനെ അല്ലറ ചില്ലറ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും വീണ്ടും മടങ്ങി. ഇനി പ്രത്യേകിച്ച് എങ്ങോട്ടുമില്ല, നേരെ വീട്ടിലോട്ട് തന്നെ. അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. യാത്രയൊന്നുമല്ല, ചെറിയൊരു നടത്തം, അത്ര തന്നെ. ഗൈസ്, എൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇനി നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.